സംസ്ഥാന സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ച കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദനെതിരെ നടപടിയെടുക്കാത്തതിൽ വിമർശനവുമായി ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും നടനുമായ പ്രേംകുമാർ. ഇരട്ട നീതിയുടെ നേർക്കാഴ്ചയെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയുള്ള വിമർശനം. ആശാ വർക്കേഴ്സിനെ അനുകൂലിച്ചതിനാലാണ് തന്നെ പുറത്താക്കിയതെന്നും പ്രേംകുമാർ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബി ചേരുന്നു. ജിബിൻ ജെബി, സച്ചിദാനന്ദന് ഒരു നീതി, തനിക്ക് മറ്റൊരു നീതി, ഇരട്ട നീതിയാണ് ഈ വിഷയങ്ങളിലൊക്കെ നടപ്പാക്കിയത് സർക്കാരും CPIM-ഉം എന്ന വിമർശനമാണ് ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാനായ പ്രേംകുമാറിന് ഉള്ളത്. തന്നെ പെട്ടെന്ന് തന്നെ താൻ പോലും അറിയാതെ പെട്ടെന്ന് ഈ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുന്നു. സർക്കാരിനെതിരെ അതോടൊപ്പം തന്നെ തുടർഭരണവുമായി ബന്ധപ്പെട്ടുമൊക്കെ നിരന്തരം പരാമർശങ്ങൾ നടത്തുന്ന സച്ചിദാനന്ദൻ അവിടെ തുടരുന്നു, അക്കാദമിയുടെ തലപ്പത്ത് തുടരുന്നു. ഇത് ഇരട്ട നീതിയെന്ന് പ്രേംകുമാർ പറയുകയാണ്. എന്തൊക്കെയാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിലുള്ള കാര്യങ്ങൾ? ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട് നമ്മോടൊപ്പം ഇപ്പോൾ പ്രേംകുമാർ തന്നെ ചേരുകയാണ്. സാർ നമുക്കിപ്പോൾ ഇത് സംബന്ധിച്ചു, കാരണം ഔദ്യോഗികം കഴിഞ്ഞ ദിവസമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ ഒരു ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാൻ പ്രേംകുമാർ മാധ്യമപ്രവർത്തകരെ കാണാനൊരുങ്ങുകയാണ്. ഇരട്ട നീതി തനിക്കും സച്ചിദാനന്ദനും എന്നാണ് പ്രേംകുമാർ വിമർശിച്ചിരിക്കുന്നത്. ആശാസമരത്തെ അനുകൂലിക്കുക മാത്രമാണ് താൻ ചെയ്തത്. അനുകൂലിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പരിപാടിക്ക് കോടികൾ ചെലവഴിക്കുമ്പോൾ ഇങ്ങനെ ആശാ വർക്കേഴ്സിനെയൊക്കെ സഹായിക്കേണ്ടതല്ലേ എന്ന പരാമർശം മാത്രമാണ് താൻ നടത്തിയത്. പക്ഷേ തന്നെ പെട്ടെന്ന് തന്നെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുകയായിരുന്നു. സാഹിത്യ അക്കാദമി അധ്യക്ഷനായ സച്ചിദാനന്ദനാകട്ടെ സർക്കാരിനെ നിരന്തരം വിമർശിക്കുകയും തുടർഭരണം സംബന്ധിച്ച് പരാമർശങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുകയാണ്. ഈ എക്സിറ്റ് വരില്ലല്ലോ. ഒരു ലെവൽ തുടങ്ങാം. ഓക്കേണോ? ഇരട്ട നീതിയുടെ നേർക്കാഴ്ചയാണ് സംഭവിച്ചതെന്നാണ് സാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം നടത്താനിടയായത്? അതല്ല, ഇപ്പോൾ ഒരു സമകാലിക പശ്ചാത്തലത്തിൽ നമ്മുടെ സാഹിത്യ അക്കാദമി ചെയർമാൻ്റെ ചില പ്രസ്താവനകൾ, അത് ഒരു തുടർ ഭരണം പോലും പാടില്ല എന്നൊക്കെയുള്ള വളരെ ഗുരുതരമായ ഒരു പരാമർശങ്ങളും പ്രതികരണങ്ങളും ഒക്കെ വന്നു. അപ്പോൾ എൻ്റെ ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിച്ചു, അദ്ദേഹം ഇത്തരം ഗവൺമെൻറ്റിൻ്റെ എതിരായിട്ടുള്ള പ്രസ്താവനകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം ഈ സാഹിത്യ അക്കാദമി ചെയർമാൻ്റെ സ്ഥാനത്ത് തുടരുന്നു. പക്ഷേ താങ്കൾ മുമ്പ് ഈ ആശാ സമരവുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ താങ്കളെ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. അപ്പോൾ ഇതൊരു നീതികേടല്ലേ എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പല മാധ്യമ സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചപ്പോൾ ഞാനിതൊരു മറക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ഒരു അടഞ്ഞ അധ്യായമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചിലരിങ്ങനെ എൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയപ്പോൾ അതിനെക്കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തു. അതിൽ ഞാൻ പറഞ്ഞത്, അക്കാദമിയുടെ ഈ ചുമതല, ചലച്ചിത്ര അക്കാദമിയുടെ ചുമതലയിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് വളരെ തിരക്ക് പിടിച്ച കുറേ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഒന്ന് 30ാമത് IFFKയുടെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ നിർണയം, മറ്റൊരിടത്ത് ജൂറി അതിൻ്റെ നിർണയം നടത്തുന്നു. ഒപ്പം ചരിത്രത്തിലാദ്യമായി ഒരു സിനിമാ നയം, മലയാള സിനിമയുടെ മേഖലയിലൊരു സിനിമാ നയം, അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് ഒരു സിനിമാ നയം രൂപീകരിക്കുകയാണ്. ആ സിനിമാ നയ രൂപീകരണ സമിതിയിൽ ഞാനും ഒരു അംഗമായിട്ട് ഗവൺമെൻറ് നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിരവധിയായിട്ടുള്ള ചർച്ചകൾ, അത് തിരുവനന്തപുരത്തും എറണാകുളത്തുമൊക്കെ ടെലിവിഷൻ മേഖലയിലെയും സിനിമാ മേഖലയിലെയും പ്രധാനപ്പെട്ട വ്യക്തികൾ, സംഘടനകൾ, ഇവരുമൊക്കെ ആയിട്ടുള്ള നിരവധിയായിട്ടുള്ള ചർച്ചകൾ, അത് തുടക്കം മുതൽ എല്ലാ ചർച്ചകളിലും പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ തിരക്ക്. സിനിമ കോൺക്ലേവ്, അടുത്ത കാലത്ത് വളരെ വിജയകരമായി നടന്ന കോൺക്ലേവിൻ്റെ ചുമതല,
ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇക്കഴിഞ്ഞ ഈ സംസ്ഥാന അവാർഡ് നിർണയത്തിൻ്റെ തലേ ദിവസം, അതെ കൃത്യമായിട്ട് തലേ ദിവസം അക്കാഡമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ പുറത്താവുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് യാതൊരു ഇതും കിട്ടിയിട്ടില്ല. ഈ നിമിഷം വരെ ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പും ആ കാര്യത്തിൽ ലഭിച്ചിട്ടുമില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ മാധ്യമങ്ങളിലൂടെയാണ് ഈ വാർത്ത അറിയുന്നത്. മാധ്യമങ്ങൾ പറഞ്ഞത് ഈ ആശാസമരവുമായി ബന്ധപ്പെട്ട് മുമ്പ് ഈ സമരം പരിഹരിക്കുന്നത് ആവശ്യമാണ്, ഇല്ലെങ്കിൽ അത് ഗവൺമെൻറ്റിന് ഒരു ദോഷകരമായ ഒന്നാണ്. അത് തീർച്ചയായിട്ടും ഒരു സാംസ്കാരിക സംഗമം, അന്താരാഷ്ട്ര സംഗമം കൊച്ചിയിൽ നടക്കാൻ പോകുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു ആലോചനാ യോഗം നടക്കുമ്പോൾ ഞാൻ ഉന്നയിച്ച ഒരു കാര്യമാണത്. അപ്പോൾ ഇത്രയും ഒരു വലിയൊരു സാംസ്കാരിക സംഗമം, മാനവികതയും മനുഷ്യസ്നേഹവും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ, അതിനു മുമ്പ് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഇങ്ങനെ കുറേ ആശാ വർക്കർമാർ സമരം ചെയ്യുന്നു. അവർ ആ സമരം അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അത് എന്തു തന്നെയായിരുന്നാലും ശരി, അതൊന്നും പൊതുസമൂഹത്തെ പൂർണ്ണമായും ബോധ്യപ്പെടുത്താനും പറ്റിയിട്ടില്ല. അപ്പോൾ ആ അവസ്ഥയിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ല എങ്കിൽ അത് ഗവൺമെൻറ്റിന് ദോഷം ചെയ്യുന്ന വളരെ സദുദ്ദേശപരമായ ഒരു അഭിപ്രായം, അത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു അഭിപ്രായമാണ്. അത് ഞാൻ പ്രകടിപ്പിച്ചതിൻ്റെ പേരിലാണ് ഈ ഒരു എന്ത് അടിയന്തര സാഹചര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രവർത്തനങ്ങൾക്ക് ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്താക്കിയെന്നുള്ളത് മറ്റൊരു കാരണവും കാണുന്നില്ല. അപ്പോൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് അങ്ങനെയാണ്. അതിൻ്റെ അറിയിപ്പ് പോലും തന്നില്ല. അപ്പോൾ ഈ പുറത്താക്കി അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റി, അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ വിവേചന അധികാരമാണ്. അതിനകത്തൊന്നും എനിക്ക് അഭിപ്രായം പറയാനില്ല. പക്ഷേ നമ്മളൊരു സ്ഥാനത്ത് കുറച്ച് കാലമായിട്ട് പ്രവർത്തിക്കുന്നു. അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുമ്പോൾ ഈ കൂടെ പ്രവർത്തിച്ച കുറേ സഹപ്രവർത്തകരുണ്ട്. വളരെ ആത്മാർത്ഥതയോടുകൂടി എന്നോടൊപ്പം നിന്ന് അവരോടൊരു നന്ദി പറയാനുള്ള അവസരം പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ വിഷമം. ഒരു മാന്യമായ യാത്രയപ്പ് തരിക എന്നുള്ളത് ഞാൻ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥിരമായി ജോലിക്ക് വരുന്ന ഒരാളുണ്ട് എന്ന് വയ്ക്കുക. നാളെ മുതൽ അദ്ദേഹം വരണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഇന്ന് അയാളോട് പറയും, ചേട്ടാ നാളെ മുതൽ വരണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും കൂലി ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ വാങ്ങിച്ചോളണം, എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ വച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം. അതൊരു സാമാന്യ മര്യാദയല്ലേ? അപ്പോൾ ആ ഒരു മര്യാദ എൻ്റെ കാര്യത്തിൽ കണ്ടില്ല. ഇപ്പോഴും പിന്നീട് നടന്ന ആ സാംസ്കാരിക സംഗമത്തെക്കുറിച്ച് പോലും ഒരു അറിയിപ്പോ ക്ഷണമോ എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ അവിടെ നിന്ന് പുറത്താകുന്ന മറ്റൊരു സാഹചര്യമില്ല. അപ്പോൾ ഇങ്ങനെ സച്ചിദാനന്ദൻ മാഷ് എനിക്ക് വളരെ ആദരണീയനായിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ് മാഷ്. അദ്ദേഹമായിട്ട് താരതമ്യം ചെയ്യാൻ ഞാനൊന്നുമല്ല. പക്ഷേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാംസ്കാരിക സ്ഥാപനങ്ങളാണ്, ഒന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും മറ്റൊന്ന് സംസ്ഥാന സാഹിത്യ അക്കാദമിയും. ഈ രണ്ടിൻ്റെയും ചെയർമാൻ സ്ഥാനത്ത് എന്നുള്ള ആ ഒരു താരതമ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരാളോട് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയതിൻ്റെ പേരിൽ ഇങ്ങനെ ഇത് കാണിക്കുകയും മറ്റൊരാൾ, അപ്പോൾ എനിക്ക് തോന്നി ആ മാഷിന് എന്തോ ഒരു വലിയ അത്ഭുതസിദ്ധി, ഒരുപക്ഷെ എനിക്കില്ലാത്ത എന്തോ വലിയ അത്ഭുതസിദ്ധി, അമാനുഷികമായ സിദ്ധി അദ്ദേഹത്തിനുണ്ടാവും. എങ്കിൽ അദ്ദേഹം ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ്. അപ്പോൾ അദ്ദേഹം തുടരുന്നതിനോ കുറിച്ചൊന്നും എനിക്കൊരു അഭിപ്രായമില്ല. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനകളെക്കുറിച്ചുള്ള അഭിപ്രായമല്ല ഇത്. അപ്പോൾ അവിടെ ഒരു നീതി നിഷേധം. ആശാസമരത്തെ അനുകൂലിച്ചതിൻ്റെ പേരിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒറ്റ രാത്രി കൊണ്ട് സർക്കാർ തന്നെ നീക്കം ചെയ്യുകയും അതേസമയം സർക്കാരിനെതിരെയും തുടർഭരണവുമായി ബന്ധപ്പെട്ടുമൊക്കെ നിരന്തരം പരാമർശം നടത്തുന്ന സച്ചിദാനന്ദനെ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുകയും ചെയ്യുന്നത് ഇരട്ട നീതിയെന്നാണ് നടനും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ മുൻ അധ്യക്ഷനുമായ പ്രേംകുമാർ പറയുന്നത്. ഒരുപക്ഷേ കവി സച്ചിദാനന്ദൻ എന്തോ അമാനുഷികമായ കഴിവ് ഉണ്ടായിരിക്കാം, അതുകൊണ്ടാകാം അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുന്നത് എന്നും പ്രേംകുമാർ വിമർശിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു പ്രേംകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.